ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 50 100 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തളർന്നവരാണോ, അതോ ഇനി യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരാണോ? എത്രയൊക്കെ നമ്മൾ യൂട്യൂബിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വ്യൂസ് വരുന്നില്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യൂസ് വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരും വർഷങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചാനൽ ഗ്രോ ചെയ്യുന്നില്ല എങ്കിലും ഞാൻ ഈ പറയുന്ന 5 മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്ത് നമ്മുടെ വ്യൂസ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകാം. തുടക്കത്തിൽ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് പുതിയ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് അവരുടെ ചാനലിൽ 2 3 വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഡെയിലി അങ്ങനെ 2 3 വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനലിൽ വ്യൂസ് കൂടും, അതുവഴി നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2ൽ കൂടുതൽ വീഡിയോസ് ഡെയിലി എങ്ങനെയെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യം ഒരു പുതിയ ക്രിയേറ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് സെലക്ഷൻ ആണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ കണ്ടന്റിൽ നിന്നുകൊണ്ട് അപ്പോഴത്തെ സെർച്ചബിൾ ടോപ്പിക്സുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് വീഡിയോ ക്വാളിറ്റി, രണ്ടാമത്തേത് എന്ന് പറയുന്നത് വോയിസ് ക്വാളിറ്റി, മൂന്നാമത്തേത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ, നാലാമത്തേത് ക്യാപ്ഷൻ, അഞ്ചാമത്തേത് ഗുഡ് പ്രസന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ വീഡിയോയുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കണ്ടന്റും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കില്ല. അതുവഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസും കുറയും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരേ കണ്ടന്റിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിൽ പലരും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ അവർക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരിക്കും. പുതിയ ക്രിയേറ്റേഴ്സായ നമ്മൾ ഇങ്ങനെയുള്ള വലിയ വലിയ ക്രിയേറ്റേഴ്സിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വലിയ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം അതേ കണ്ടന്റിൽ തന്നെ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. പുതിയ ക്രിയേറ്റേഴ്സായ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, വലിയ ക്രിയേറ്റേഴ്സിന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മില്യൺ വ്യൂസ് ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ആ സമയത്ത് നമ്മളും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പകുതി വ്യൂസെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മുടെ വലിയ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മുടേതായ മാറ്റങ്ങളൊക്കെ വരുത്തി അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെയാണ് നിങ്ങൾക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 1 വർഷം മുമ്പോ 6 മാസം മുമ്പോ ഒക്കെ ആയിരിക്കും. ആ സമയത്ത് അതൊരു സെർച്ചബിൾ ടോപ്പിക്കും ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊരു സെർച്ചബിൾ ടോപ്പിക് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ വലിയ ക്രിയേറ്റേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിലവിൽ അവർ ചെയ്യുന്ന എന്താണോ ട്രെൻഡിങ് ടോപ്പിക്ക് അതുമായിട്ടുള്ള കണ്ടന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നല്ല വീഡിയോ ക്വാളിറ്റിയിലും വോയിസ് ക്വാളിറ്റിയിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഗുണങ്ങളാണ് ലഭിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ട്രെൻഡിങ് ടോപ്പിക്സുകളിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്യും. അതുവഴി നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നിരന്തരം നമ്മുടെ ട്രെൻഡിങ് ടോപ്പിക്സ് വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാകും. ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പുതിയ ക്രിയേറ്റേഴ്സായ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റി പറയാം. നമ്മുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു വലിയ യൂട്യൂബറിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അവർ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള
വീഡിയോസ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോയുടെ പകുതി ക്വാളിറ്റിയെങ്കിലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു 2 കാര്യങ്ങളാണ് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിലും ടൈറ്റിലും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിലൂടെ നമ്മുടെ വീഡിയോസ് മറ്റൊരാളുടെ ഹോം പേജിൽ എത്തുന്ന സമയത്ത് അവർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് എത്രത്തോളം എഫേർട്ടാണോ എടുക്കുന്നത് അത്രയും എഫേർട്ട് നമ്മുടെ തമ്പനെയിൽ ക്രിയേഷനിലും എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഈ 100% പറയാനുള്ള കാരണവും കൂടെ പറയാം. നമ്മുടെ വീഡിയോയുടെ കണ്ടന്റും ടൈറ്റിലും ഇംപ്രസീവ് ആണെങ്കിൽ നമ്മുടെ വീഡിയോ വ്യൂവേഴ്സ് കാണാനായിട്ടിടയാവും, ക്ലിക്ക് ചെയ്ത് കാണാനായിട്ടിടയാവും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോയുടെ ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് CTR കൂടുകയും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുകയും ചെയ്യും. ഈ 2 കാര്യങ്ങൾ അനുസരിച്ചാണ് യൂട്യൂബിന്റെ അൽഗുരിതം പ്രവർത്തിക്കുന്നത്. അതായത് CTR റേറ്റ് കൂടുകയും അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുകയും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുകയും ചെയ്താൽ ഒത്തിരി പേരിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോയുടെ വ്യൂസ് കൂടാനും നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ റീച്ചായി യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയായ 4000 വാച്ച് അവറും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനും കഴിയും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിൽ നമുക്ക് 100% ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മാക്സിമം എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് മോണിറ്റൈസേഷൻ മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.